ആ ജീവനുള്ള ക്രിസ്തു പറയുകയാണ്, യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കർത്താവ് പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ വെളിച്ചമാണ്. കർത്താവ് പറയുകയാണ്, എന്നിൽ ഇരുളില്ല, ഞാൻ പൂർണ്ണ വെളിച്ചമാണ്. നിങ്ങൾ ഒരാൾ എന്നെ അനുഗമിക്കാൻ ഒരുവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, എന്നെ അനുഗമിക്കുന്നവൻ അങ്ങനെ തീരുമാനിച്ചാൽ, എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഇരുള് മാത്രമുള്ള ഈ ലോക ജീവിതത്തിൽ ഇരുളല്ലേ, ചുറ്റുപാട് ഇരുളല്ലേ പ്രിയരെ. എന്തെല്ലാം കേൾക്കുന്നു, കാണുന്നു. നമ്മുടെ തല മരവിക്കുന്നത് പോലെയല്ലേ ഓരോ വാർത്തകൾ. ഈ അന്ധകാര യുഗത്തിൽ നാം എന്ത് ചെയ്യണം? പ്രിയ യൗവനക്കാരാ, നീ എന്ത് ചെയ്യണം? പ്രിയ മകനെ, നീ എന്ത് ചെയ്യണം? പ്രിയ മകളെ, നീ എന്ത് ചെയ്യണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന് വെളിച്ചമാവുന്നു. എന്നെ അനുഗമിക്കുന്നവൻ, ഒരുവനെ അനുഗമിക്കാൻ നിശ്ചയിച്ചാൽ അവൻ ഇരുളിൽ നടക്കാണ്ട് വരികയില്ല, അവനിൽ വെളിച്ചമുണ്ടാകും. സാധാരണ വെളിച്ചമല്ല, ജീവന്റെ വെളിച്ചം, ജീവൻ പകരുന്ന വെളിച്ചം, ജീവൻ നിലനിർത്തുന്ന വെളിച്ചം. നമ്മുടെ ജീവിതത്തിൽ ഈ വെളിച്ചമുണ്ടോ? ജീവൻ പകരുന്ന വെളിച്ചമുണ്ടോ? രണ്ടും രണ്ടാണ്. സ്തോത്രം. ക്രിസ്തു തരുന്ന പ്രകാശം അത് സാധാരണ ഒരു ടോർച്ച് അടിക്കുമ്പോൾ കിട്ടുന്ന പ്രകാശം പോലെയല്ല. നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തിലേക്ക് വെളിച്ചം വീശുമ്പോൾ അവിടെ ഇരുൾ മാറുന്നു, അവിടെ ജീവൻ ഉത്ഭവിക്കുന്നു. എന്നാൽ വെളിച്ചമില്ലാതെ അവിടെ ഇരുളായിരിക്കുമ്പോൾ അവിടെ ആത്മീയ മരണം സംഭവിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അന്ധകാരമാണ് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതെങ്കിൽ അവിടെ മരണമാണ്. ജഡത്തിന്റെ മരണമല്ല, ശരീരത്തിന്റെ മരണമല്ല, ആത്മാവിന്റെ മരണം. അങ്ങനെ ആ സമയത്ത് നാം ഈ ഭൂമിയിൽ കടന്നുപോയാൽ നിത്യനാശത്തിലേക്ക് പോകും. എന്നാൽ അന്ധകാരമുള്ള ഒരു ഹൃദയത്തിലേക്ക് ജീവനുള്ള ക്രിസ്തു കടന്നു വരുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാകുന്നു, വെളിച്ചത്തോടുകൂടി ജീവൻ ഉണ്ടാകുന്നു, ആത്മാവിൽ ജീവൻ വെക്കുന്നു, ആത്മാവിൽ പുതിയ ജനനം കിട്ടുന്നു, പുതിയ ചൈതന്യം കിട്ടുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലോ നിത്യജീവന്റെ അവകാശത്തിലേക്ക് പോകും. അതാണ് ജീവൻ ഉണ്ടാക്കുന്ന വെളിച്ചമെന്ന് കർത്താവ് പറഞ്ഞത്.